സിനിമാ കോൺക്ലേവിലെ സമാപന വേദിയിൽ വിഖ്യാത ചലച്ചിത്രകാരൻ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ പ്രസ്താവന വലിയ രീതിയിലാണ് ചർച്ചയാകുന്നത്. അത് വിവാദമാവുകയും ചെയ്തിരിക്കുകയാണ്. അടൂർ ഗോപാലകൃഷ്ണൻ നമ്മോടൊപ്പം ചേരുകയാണ്. താങ്കളൊരു പ്രത്യേക വിഭാഗത്തെ, സ്ത്രീകളെയും ദളിതരെയും അവഹേളിച്ചു എന്ന രീതിയിലാണ് ഇപ്പോൾ അത് ചർച്ചയായി മാറുന്നത്. ഞാൻ ആരെയും, സ്ത്രീകളെയും ദളിതരെയും മാത്രമല്ല, ഞാൻ ആരെയും അധിക്ഷേപിച്ച് സംസാരിച്ചിട്ടില്ല. ഞാൻ ഒരു വാക്കെങ്കിലും ആർക്കെങ്കിലും എതിരായിട്ടോ അധിക്ഷേപിച്ച് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കാൻ തയ്യാറാണ്. അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞത്, അവർക്ക് ഇങ്ങനെ ഗവൺമെൻറ് നല്ലൊരു പദ്ധതിയാണ് സ്ത്രീകൾക്കും അതുപോലെ പിന്നോക്ക വിഭാഗത്തിലുള്ളവർക്കും സിനിമ നിർമ്മിക്കാനുള്ള ധനസഹായം ചെയ്യുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു പദ്ധതിയാണ്. അതിനവരെ തിരഞ്ഞെടുക്കുമ്പോൾ ചെയ്യേണ്ട മറന്നുകൂടാത്തൊരു കാര്യമുണ്ട്. അവർ മുൻപരിചയം ഇല്ലാത്തവരാണെങ്കിൽ അവർക്ക് വേണ്ട പരിശീലനം കൊടുക്കണം. അതൊരു നല്ല വിദഗ്ധമായ പരിശീലനം. ഒരു 3 മാസം കൊണ്ട് കാരണം സിനിമ പഠിക്കണമെന്നുണ്ടെങ്കിൽ 3 മാസം കൊണ്ടൊന്നും പോരാ. പക്ഷേ കുറഞ്ഞ പക്ഷം അതിൻ്റെ സാങ്കേതികതയും അതിൻ്റെ സൗന്ദര്യശാസ്ത്രവും നല്ല സിനിമകൾ കാണിച്ചും അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള അവബോധം ഉണ്ടാക്കിയും ഉള്ള ഒരു പരിശീലനം നല്ല വിവരമുള്ള ആളുകളുടെ ചുമതലയിൽ നടത്തണം. അങ്ങനെ നടത്തിയാൽ അവർക്ക് സ്വന്തം നിലയിൽ, സ്വന്തം രീതിയിൽ അവർക്ക് സിനിമ എടുക്കാൻ സാധിക്കും. അപ്പോൾ അതിൽ കഴിയുന്നതും വൈയക്തികമായിട്ടുള്ള ഒരു അവരുടെ തൃഷ്ണ അവരുടെ സിനിമയിലേക്ക് വരും. അങ്ങനെയുള്ള സിനിമകളാണ് ഗവൺമെൻറ്റിൻ്റെ സഹായത്തിൽ നിർമ്മിക്കുമ്പോൾ ഉണ്ടാകേണ്ടത്. അത് പിന്നെ ഇപ്പോൾ അവർ കൊടുക്കുന്നത് പിന്നെ ദളിത് വിഭാഗത്തിനും സ്ത്രീകൾക്കുമാണ് എന്നുള്ളത് കൊണ്ട് അവർക്ക് മാത്രം ട്രെയിനിങ് വേണമെന്നല്ല പറഞ്ഞത്. ആർക്കും വേണം ട്രെയിനിങ്, സിനിമ പ്രത്യേകിച്ച്. പക്ഷേ ഇവിടെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഇതിന് പണം നൽകുന്നത് പിന്നെ പൊതുമുതലാണ് ഉപയോഗിച്ച് ഈ സഹായം ചെയ്യുന്നത്. അത് വളരെ പ്രോഗ്രസീവായിട്ടുള്ള ഒരു സംഗതിയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ അപ്പോഴേ നമ്മൾ ഈ കാര്യം വളരെ കൃത്യമായിട്ട് ഉറപ്പ് വരുത്തണം. ഇവർക്ക് ഈ സിനിമയുടെ ഭാഷ കൃത്യമായിട്ടും അറിഞ്ഞുകൊണ്ടാണ് അവരിതിനെപ്പറ്റി പ്രയോഗിക്കാൻ വേണ്ടി ഇറങ്ങേണ്ടത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അസിസ്റ്റൻറ്റിനെ വിളിച്ചിട്ട്, കുറച്ച് പരിചയമുള്ള ഒരു അസിസ്റ്റൻറ്റിനെ വിളിച്ച് നിർത്തിയിട്ട് അയാളായിരിക്കും ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു ക്യാമറാമാനായിരിക്കും അങ്ങനെ ഷൂട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെയുള്ളൊരവസ്ഥ വരരുത്. അവർക്ക് നിർദ്ദേശം കൊടുക്കാനും അതിനെപ്പറ്റിയുള്ള ഒരു മൊത്തത്തിലുള്ള ഒരു കൺസെപ്റ്റ് സ്വന്തമായിട്ടുണ്ടായിരിക്കുകയും ചെയ്യാൻ ഇതുപോലുള്ളൊരു പരിശീലനം അത്യാവശ്യമാണ് എന്നാണ് പറഞ്ഞത്. അത് ആർക്കെങ്കിലും അതിൻ്റെ പേരിൽ അധിക്ഷേപമായിട്ട് കണ്ടെങ്കിൽ അത് അതിശയമാണ്. കാരണം അറിവില്ലായ്മ കൊണ്ട് മാത്രമാണ് അങ്ങനെ അതിശയമാണെന്ന് തോന്നുന്നത്. കാരണം ശരിക്കും പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന അപൂർവമായിട്ടുള്ള ഒരു അവസരമാണ് ഈ പടം എടുക്കാനായിട്ട്. ഒരു പടം എടുത്ത് ഗവൺമെൻറ്റിൽ നിന്ന് പിന്നെ കൊടുത്ത പടം ഉപയോഗിച്ച് ഒരു പടം എടുത്ത് പിൽക്കാലത്ത് പിന്നെ അവരെ ആരും കാണത്തില്ല. അവർ ശരിക്കും പഠിച്ചില്ലെങ്കിൽ ഈ സമയം അവർക്ക് നല്ലൊരു അവസരമാണ് കിട്ടുന്നത്. ഈ രംഗത്ത് നിന്ന് തുടർന്ന് പ്രവർത്തിക്കാനുള്ള പിന്നെ സാങ്കേതികമായ അറിവും അതുകൊണ്ടുള്ള പ്രയോഗത്തിലുള്ള പരിചയവും അവർക്ക് കിട്ടുകയാണ് ഇത് വഴി. അപ്പോൾ ഇതവരുടെ തുടക്കമാണ്. തുടർന്ന് അവർക്ക് ഈ രംഗത്ത് പ്രവർത്തിക്കാൻ കഴിയും. അവർ സ്ത്രീകളായാലും അവർ ദളിത് വിഭാഗത്തിൽപ്പെടുന്നവരായാലും തീർച്ചയായിട്ടും അതൊരു നല്ല കാര്യമാണെന്ന് പറഞ്ഞത് അവർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിച്ചത്. എനിക്ക് ഒന്നും അടിച്ചാലെ ഏൽപ്പിക്കുകയല്ല. അതേസമയം മുൻ പരിചയമുള്ളവർക്ക് ഇത് ആവശ്യമില്ലായിരിക്കാം. മുൻ പരിചയമുള്ളവരൊക്കെ ഈ വിഭാഗത്തിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് പരിശീലനം വേണ്ടായിരിക്കാം. പക്ഷേ ആവശ്യമുള്ളവരുണ്ട്. ആദ്യമായിട്ട് ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് ധാരണയൊന്നുമില്ലാതെ ഈ ഒരു പരിഗണനയിൽ മാത്രം സ്ത്രീ ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഈ പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്നവരായതുകൊണ്ടോ മാത്രം പരിഗണിക്കപ്പെടുന്നവരുണ്ട്. ഇതിപ്പോൾ സ്ക്രിപ്റ്റ് തന്നെ അവർ തന്നെ എഴുതണമെന്നില്ല. സ്ക്രിപ്റ്റ് ആരെങ്കിലും പരിചയമുള്ള ഒരാൾ എഴുതി കൊടുത്തതായിരിക്കാം സ്ക്രിപ്റ്റ്. അത് കണ്ടുപിടിക്കാൻ യാതൊരു മാർഗ്ഗവുമില്ല. അപ്പോൾ ഇവരെഴുതിയ തന്നെ ഉള്ള സ്ക്രിപ്റ്റാണ്, അതുള്ള തെറ്റിദ്ധാരണ നമുക്കുണ്ടാവും. ആവണമെന്നില്ല. ആരെങ്കിലും ഇത് സ്ക്രിപ്റ്റുകൾ എഴുതി പരിചയമുള്ള ഒരാളിൻ്റെ സ്ക്രിപ്റ്റായിരിക്കും എഴുതിയിരിക്കുന്നത്. അപ്പോൾ സ്ക്രിപ്റ്റ് വായിച്ചിട്ടാണ് പ്രധാനമായിട്ട് ഇവർ തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. അപ്പോൾ ആ സ്ക്രിപ്റ്റ് സിനിമയാക്കുക എന്നുള്ള അറിയണമെങ്കിൽ, അങ്ങനെ ചെയ്യാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അവർക്ക് സാങ്കേതികമായിട്ടുള്ള പരിജ്ഞാനം വേണം. അതിൻ്റെ സൗന്ദര്യശാസ്ത്രം അറിയണം. പ്രത്യേകിച്ച് വായിച്ചും. ഇത് സിനിമയുടെ പരിശീലനം മാത്രം പോരാ, മൊത്തത്തിൽ നല്ല വായനയും നല്ല പരിജ്ഞാനവും സമ്പാദിക്കുന്ന ഒരാൾക്കേ നല്ലൊരു സിനിമ എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഓടിച്ചെന്ന് എടുക്കാവുന്നതല്ല. ഒരു ഉറക്കത്തിൽ എണീറ്റ് നമ്മളാരും ഒരു ഉറക്കം ഉണർന്നപ്പോൾ തോന്നിയ ഒരു വിളിയിൽ പോയി സിനിമ എടുക്കുന്നവരല്ല. നമ്മുടെ ജീവിതം ഇതിനു വേണ്ടിയിട്ട് നീക്കി വെച്ചിട്ട് ചെയ്യുന്നവരാണ്. ഇപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെപ്പറ്റി മനസ്സിലാക്കി ഇതിനെപ്പറ്റിയുള്ള ഉള്ളറിവോടുകൂടി വേണം നമ്മൾ ഈ ജോലിക്ക് ഇറങ്ങാൻ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിച്ചത്. അല്ലാതെ എൻ്റെ ഒരു വലിയ പരിജ്ഞാനം അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയല്ല ചെയ്തത്. തിരിച്ചാണ്.
അവർക്ക് സഹായകമായിട്ടുള്ള രീതിയിലാണ് സംസാരിച്ചത്. അത് പുതിയ പരിശീലനം എടുക്കണമെന്ന് പറയുന്നത് ആക്ഷേപമായിട്ട് കരുതിയാൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവർ സ്വയംഭൂവായതാണ് എന്ന് വിചാരിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ ആരും ആവുന്നില്ല. ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ വളരെ ദീർഘകാലത്തെ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കണമെന്നൊന്നുമില്ല. സ്വയമേ സെൽഫ് ട്രെയിൻഡായിട്ട് ഒരുപാട് പേര് സ്വന്തമായിട്ട് പരിശീലനം നേടി വരുന്നവരുണ്ട്. അത്രയും ക്ഷമയും അതിനുള്ള അന്വേഷണ വ്യഗ്രതയും ഒക്കെയുള്ള ആളുകളാണ് പിൽക്കാലത്ത് നല്ല സിനിമകളൊക്കെ ഉണ്ടാക്കുന്നത്. അത് സാഹിത്യകൃതിയായാലും സിനിമാകൃതിയായാലും കവിതയായാലും നോവലായാലും എല്ലാം അതാണ്. അപ്പോൾ ഈ സൃഷ്ടി എന്ന് പറയുന്നത്, കലാസൃഷ്ടി എന്ന് പറയുന്നത് ഒരാളിൻ്റെ മൊത്തമായിട്ടുള്ള സമർപ്പണമാണ് അതിലേക്കുള്ളത്. അല്ല ഓടിച്ചു നിൽക്കാവുന്ന കാര്യങ്ങളല്ല ഇതൊന്നും. എന്താ ഒരു നോവൽ എഴുതാൻ പറയാത്തത്? എന്താ ഗവൺമെൻറ് ഇവരെ കൊണ്ടൊക്കെ പിന്നെ ചെറുകഥകളും കഥകളും ഒക്കെ എഴുതിക്കാത്തത് എന്താണ്? അത് എഴുതാൻ അറിയാൻ താല്പര്യമുള്ളവരല്ലേ എഴുതാൻ ഒക്കെയുള്ളൂ. എന്തുകൊണ്ടാണ് അവരുടെ കവിതാ സമാഹാരങ്ങൾ ഗവൺമെൻറ് പബ്ലിഷ് ചെയ്യാത്തത്? അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ. സിനിമ എന്ന് പറഞ്ഞ് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു രംഗമാണ്. അതിൻ്റെ ഘടന തന്നെ അങ്ങനെയാണ്. അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ശരിക്കും സിനിമ മാത്രം പഠിച്ചാലും പോരാ. സിനിമ ഒത്തിരി കണ്ടതുകൊണ്ടും ആയില്ല. നമുക്ക് അല്ലാത്ത രീതിയിൽ നമ്മൾ സ്വയം വളരെ കൃത്യമായിട്ട് അന്വേഷണ പരീക്ഷണങ്ങൾ നടത്തി നമ്മുടേതായ വഴി കണ്ടെത്തുക ചെയ്യുന്നത്. അതാണ് ലോക സിനിമയുടെ ഒരു തത്വം. അപ്പോൾ അതിന് ഹൃദയവിശാലതയില്ല എന്നൊക്കെ ഒരു മന്ത്രിയൊക്കെ പറയാന്ന് വെച്ചാൽ മന്ത്രി എന്തറിഞ്ഞിട്ടാണ് പറയുന്നത്? മന്ത്രിയുടെ രംഗമാണോ ഇത് പറയാനാ? മന്ത്രിക്ക് എന്തറിയാം അതിനെപ്പറ്റി? ക്രിയേറ്റിവിറ്റിയിലേക്ക് ഇവർ എത്തണമെങ്കിൽ ഈ 3 മാസത്തെ പരിശീലനം കൊണ്ട് സാധ്യമാണ്. പോരാ. പക്ഷെ അവർക്കൊരു ഇനിഷ്യേഷനാണ്, അതൊരു എന്താ പറയുന്നത്, ഒരു ഓറിയൻറ്റേഷനാണത്. എല്ലാ വിജ്ഞാനവും അത് ഒരുമിച്ച് വരത്തില്ല. പക്ഷെ കുറച്ചെങ്കിലും അറിവ് വേണം. എന്തിനാണ് ഒരു ക്യാമറയ്ക്കകത്ത് ഒരു പ്രത്യേക ലെൻസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ക്യാമറമാൻ ചോദിക്കുന്നു 50 വേണോ 75 വേണോ എന്ന് ചോദിക്കുന്നു. ലെൻസ് എന്ത് വേണമെന്ന് പറയാൻ വാ തുറന്നിരിക്കേ ഉള്ളൂ അറിയാത്തവരാണെങ്കിൽ. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കാൻ അവർക്കറിയണം. ഒരു സിനിമ എടുക്കുന്ന ഒരാൾക്ക് ലെൻസിൻ്റെ എല്ലാവിധ ക്വാളിറ്റീസും അറിയണം. വൈഡ് ആംഗിൾ ലെൻസ് എന്തിനാണ്, ലോങ് ഫോക്കസ് ലെൻസ് എന്തിനാണ്, ഇതിനെപ്പറ്റിയൊക്കെയുള്ള അറിവ് വേണം. അത് ഫോട്ടോഗ്രാഫർക്ക് പോലും സാധാരണഗതിയിൽ കിട്ടുന്ന അറിവാണ്. പക്ഷെ അതുപോലും അറിയാത്തവരാണ്. ഒരു സ്നാപ്പ് പോലും എടുത്തിട്ടില്ലാത്ത ആളുകളാണ് പലരും ഇതിലേക്ക് വരുന്നത്. പക്ഷെ അവരെ ട്രെയിൻ ചെയ്യണം. അതേ ഉള്ളൂ വഴി. ഇതിനെപ്പറ്റി എല്ലാം ഒരു ധാരണ ഉണ്ടാക്കണം. അവർക്ക് നിരന്തരമായി അന്വേഷണ വ്യഗ്രമായിട്ടുള്ള ഒരു മനസ്സ് അവർക്കുണ്ടാകണം. അങ്ങേർക്ക് ഒരു ബോധ്യമുണ്ടോ ശരിക്കും ഇതുപോലെ ഒരു ധാരണയും ഇല്ലാത്തവരാണ് വന്ന് ഇത്തരത്തിൽ സർക്കാരിൻ്റെ ഗ്രാൻറ്റ് വാങ്ങി സിനിമകൾ ചെയ്യുന്നതെന്നോ, അല്ലെങ്കിൽ അത്തരക്കാർക്ക് അങ്ങ് പറയുന്നത് പോലെ അവരുടെ അസിസ്റ്റൻറ്റോ അല്ലെങ്കിൽ ക്യാമറാമാൻമാരായിരിക്കും പലപ്പോഴും സിനിമ ചെയ്യുന്നത് എന്ന് ഏതെങ്കിലും ഒരു രീതിയിൽ താങ്കൾക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണോ അങ്ങനെ പറയുന്നത്? ഇവിടെ ആദ്യമായിട്ട് പടം എടുത്ത പലരും അവരുടെ പടം എടുത്തു കൊടുത്തിരിക്കുന്ന MJ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ക്യാമറമാനാണ്. ഇവർ ഞെളിഞ്ഞ് നടക്കുന്നവർ അവർ പടം എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഈ മനുഷ്യനാണ് പ്രതിഫലം പോലും വാങ്ങിക്കാതെ ഒരുപാട് സിനിമകൾ എടുത്തു കൊടുത്തിരിക്കുന്നത്. വേറൊരാൾ സണ്ണി ജോസഫാണ്. ഇവരൊക്കെ സിനിമയുടെ ഉള്ള കമ്മിറ്റ്മെൻറ്റ് കാരണം ഇവരെ സഹായിക്കുകയാണ് ചെയ്യാനായിട്ട്. അവർക്ക് അറിഞ്ഞു. ഈ ഗ്രാൻഡ് വാങ്ങി സിനിമ ചെയ്യുന്നവരുടെ ഗ്രാൻറ്റ് വാങ്ങിയവരല്ല, ഞാൻ ജനറലായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു. ഗ്രാൻറ്റ് വാങ്ങിയവരിൽ പലരും ഇത് വാങ്ങി സിനിമ എടുത്തവർ പലരും എൻ്റെ അടുക്കൽ അവരുടെ സിനിമ കൊണ്ടൊന്ന് കാണിച്ചിട്ടുണ്ട് അഭിപ്രായത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരു ഓറിയൻറ്റേഷൻ തരാത്തതിൻ്റെ കുഴപ്പമുണ്ട് ഈ പടങ്ങളിൽ. അവരത് ചെയ്യേണ്ടതായിരുന്നു. കാരണം ഒരു പ്രോജക്റ്റ് നിങ്ങൾ എടുക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്ന സമയത്ത് അവർക്ക് കഴിയുന്നത്ര, ഇപ്പം തന്നെ അവർ ഒരു 3 വർഷം കഴിഞ്ഞ് പോയി വാ എന്ന് പറയാൻ നോക്കുകയല്ല നമുക്ക് അവരോട്. അതിനുള്ള സമയമില്ല. അവർക്ക് അതാത് കൊല്ലങ്ങളിൽ ഇത് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ ആ സമയത്തിനുള്ളിൽ കഴിയുന്നത്ര അതിനെപ്പറ്റിയുള്ള അറിവ് കൊടുക്കുക. സർക്കാരിൻ്റെ ഗ്രാൻറ്റ് വാങ്ങി ചെയ്യുന്നവർ, അത് ദളിതരായാലും അല്ലെങ്കിൽ സ്ത്രീകളായാലും, ഏത് സന്ദർഭത്തിലാണ് അവർ സാറിനെ വന്ന് സമീപിച്ചിട്ടുള്ളത്? പടങ്ങൾ കാണിക്കാനാണ് അവർക്ക് വന്നിട്ടുള്ളത്. പടങ്ങൾ കാണിച്ച് അതിൻ്റെ അഭിപ്രായം ചോദിക്കാനാണ് വന്നിട്ടുള്ളത്. പലർക്കും നല്ല ശരിക്കും കഴിവുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾ പലരും അവരുടെ പടങ്ങൾ കാണുമ്പോൾ അവർക്ക് കഴിവുണ്ട്. പക്ഷേ ഈ പറഞ്ഞതിൻ്റെ കൂട്ടുള്ള ഈ അനുഭവ പരിചയമില്ല അതിൻ്റെ പിന്നിലുള്ള. പ്രാദേശിക ചിത്രത്തിലുള്ള ബെസ്റ്റ് അവാർഡ് കിട്ടിയ ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞ സിനിമ, ക്രിസ്റ്റി ടോം, അയാൾ പിന്നെ കൽക്കട്ടയിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് 8 വർഷം മുമ്പ് ജയിച്ചതാണ്. 8 വർഷം എടുത്തു അയാൾക്ക് ഈ സിനിമ എടുക്കാനായിട്ട്. ഈ 8 വർഷം അയാൾ വെറുതെ കളയായിരുന്നില്ല. അയാൾ പല രീതിയിൽ ഇതിനെ സംബന്ധിച്ചുള്ള ഉപാസന തുടർന്നു. സിനിമ എന്ന് പറയുന്ന അതിൻ്റെ വ്യാകരണവും അതിൻ്റെ തത്വശാസ്ത്രവും എല്ലാം അറിയാം എന്ന് വളരെ വ്യക്തമാണ്. പക്ഷേ സിനിമ ജഡ്ജ് ചെയ്യാനിരിക്കുന്നവർക്ക് പലർക്കും അറിഞ്ഞുകൂടാ. ഈ പടം നല്ല പടമാണെന്ന് നമുക്ക് മനസ്സിലായില്ല. അതുകൊണ്ടാണ് കേരളത്തിലെ ഒരു അവാർഡ് ഇതിന് കിട്ടിയില്ലല്ലോ. കേരളത്തിലെ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിന് അതിന് തിരഞ്ഞെടുക്കപ്പെട്ടു പോലുമില്ല. അതിൽ പിന്നെ മലയാളം സിനിമ ടുഡേ എന്ന് പറഞ്ഞ് 10-12 പടം കാണിക്കുന്ന ഒരു സെക്ഷനുണ്ട്. അതിൽ പോലും അതെടുത്തില്ല.
അപ്പോൾ അതിനെപ്പറ്റി വിവരമില്ലാത്ത ആളുകളായിരുന്നു തിരഞ്ഞെടുക്കാനിരിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? 1.5 കോടി രൂപയാണ് ഒരു സിനിമയ്ക്ക് നൽകുന്നത്. അതിപ്പോഴും അധികമാണ്, അതിൻ്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ് അങ്ങ് പറയുന്നത്. ഇല്ല, ഈ 1.5 കോടി രൂപ 50 ലക്ഷം വെച്ച് 3 പേർക്ക് കൊടുക്കാവുന്നതാണ്. 50 ലക്ഷം തന്നെ വലിയൊരു തുകയാണ് ഒരു സിനിമ എടുക്കുന്നതിന്. ഒരു കൊച്ചു സിനിമ എടുക്കുന്നതിന് 50 ലക്ഷം തന്നെ വലിയൊരു തുകയാണ്. ഒരുപാട് ചെറുപ്പക്കാർ അവരുടെ ആദ്യ സിനിമ എടുക്കുന്നത് അതിനൊക്കെ താഴെ പണം മുടക്കിയിട്ടാണ്. പക്ഷെ അവർ വലിയ പിന്നീട് പോപ്പുലറായി പടങ്ങൾ ഓടുന്നു. അങ്ങ് വന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ മുതൽ മുടക്കാൻ തയ്യാറായി നിർമ്മാതാക്കൾ വരും. അത് വേറെ പിന്നീട് ഉള്ളതാണ്. പക്ഷെ അവർ ഏറ്റവും ചെറിയൊരു സിനിമ അതിൻ്റെ എല്ലാ പരിമിതികളിലും ഭേദിച്ചുകൊണ്ട് അവർക്ക് എടുക്കാൻ കഴിയും. അപ്പോൾ അങ്ങൊരു അഭിപ്രായ പ്രകടനം നടത്തിയപ്പോൾ ആ വേദിയിൽ പക്ഷേ വലിയ രീതിയിൽ പ്രതിഷേധമൊക്കെ അങ്ങൊരു വിഭാഗം ഒന്നിനെപ്പറ്റി അറിയാത്ത ആളുകളാണ് എണീച്ച് പ്രതിഷേധം പറയുന്നത്. അവർ വിചാരിക്കുന്നത് ട്രെയിനിങ് അവർക്ക് ട്രെയിനിങ് കൊടുക്കണമെന്ന് പറഞ്ഞ് ഏതാണ്ടൊരു മോശപ്പെട്ട ഏർപ്പാടാണെന്നാണ്. ആഹാ പിന്നെ ഈ ട്രെയിനിങ് വേണമെന്നോ ഞങ്ങളെ പല ജീനിയസ് ആയിട്ടുള്ള ആളുകൾക്ക് ഇയാളെന്താ ഈ പറയുന്നത് എന്നാണ്. അത് വളരെ മോശപ്പെട്ട ഏർപ്പാടായിട്ട് അവർ ധരിച്ചിരിക്കുന്നത്. എന്ത് ചെയ്യാം? അജ്ഞത വളരെ അനുഗ്രഹം അവർക്ക്. അങ്ങ് പറഞ്ഞപ്പോൾ ഇവരെ പൊതുവായി പറഞ്ഞില്ല. ഗ്രാൻറ്റ് വാങ്ങുന്നവർക്ക് ഒരു പരിശീലനം വേണമെന്ന് പറയുന്നതിന് പകരം അങ്ങ് പ്രത്യേകിച്ച് ഇവരെ ദളിതരെന്നും അല്ലെങ്കിൽ സ്ത്രീകൾ ഈ രംഗത്തേക്ക് വരുമ്പോഴെന്നും പ്രത്യേകിച്ച് ഇവരെ എടുത്തു പറഞ്ഞപ്പോഴാണ് ഒരുപക്ഷെ വിമർശനം നേരിടേണ്ടി വന്നത്. ഗവൺമെൻറ് ഗ്രാൻറ്റ് കൊടുക്കുന്നത് ഇവർക്ക് രണ്ടുമാണ്. ഞാൻ മറ്റുള്ളവരെ പറ്റി പറയേണ്ട സ്ഥലമല്ലത്. ഗവൺമെൻറ് നല്ലൊരു പദ്ധതിയായിട്ട് ആവിഷ്കരിച്ച ഒന്നാണിത്. അവർക്ക് സിനിമ എടുക്കാനായിട്ടുള്ള ധനസഹായം ചെയ്യാമെന്ന് പറയുന്നത്. ധനസഹായം മാത്രം പോരാ, അവർക്ക് അതിന് സാങ്കേതികമായിട്ടുള്ള പരിശീലനത്തിൻ്റെ സഹായം കൂടെ വേണം എന്നാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് അവരുടെ ഗുണത്തിന് വേണ്ടിയാണ് പറഞ്ഞത്. എനിക്കുകൊണ്ട് ഒന്നും ഒരു കാര്യവും നേടാനില്ല. എനിക്ക് നല്ല സിനിമ ഉണ്ടായാൽ മലയാള സിനിമയ്ക്ക് നല്ലത്, അത്രയേ ഉള്ളൂ. ചീത്ത സിനിമ ആണെങ്കിൽ അത്തരം പണം പൊതു മുതൽ നമ്മൾ കൊണ്ട് നശിപ്പിച്ചു, അത്രയേ ഉള്ളൂ. അതിനപ്പുറമായിട്ടൊന്നുമില്ല. പക്ഷെ പലരും ആ വിമർശനം ഏറ്റുപിടിച്ച് ഇപ്പോൾ പല സംവിധായകരായാലും സിനിമാ മേഖലയിൽ ഉള്ളവരായാലും അങ്ങേപ്പോലൊരാൾ ഒരിക്കലും അങ്ങനെ ഇപ്പോൾ കുറച്ചുകൂടി ഈ രീതിയിലൊരു പൊതുവേദിയിൽ സംസാരിക്കാമോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പലരും രംഗത്ത് വന്നിരിക്കുന്നത്. അല്ല, പിന്നെ പലപ്പോഴും മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. ശരിയാ, നമ്മൾ നല്ല ഉദ്ദേശത്തിൽ പറയുന്നതിന് അതിനൊരു തെറ്റായ ഇൻ്റർപ്രിട്ടേഷൻ കൊണ്ടുവന്നിട്ട് അതാണ് ശരി, ഈ ഇൻ്റർപ്രിട്ടേഷനാണ് ശരി എന്ന് പറഞ്ഞു തുടങ്ങിയാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? വ്യത്യസ്തമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നമ്മുടെ സിനിമ എത്തി നിൽക്കുന്നത്. ഇങ്ങനെയുള്ള സമയത്ത് പഴയ കോസ്റ്റൊന്നും ഇല്ല പടം എടുക്കാനായിട്ട്. അപ്പോൾ ഈ 1.5 കോടി ഒരാൾക്ക് കൊടുക്കുന്നതിന് പകരം 50 ലക്ഷം പേര് കൊടുത്ത് 3 പേർക്ക് കൊടുത്താൽ ആ വിഭാഗത്തിൽ നിന്നുള്ള സ്ത്രീകൾക്ക് 3 പേർക്ക് പടം എടുക്കാൻ ചാൻസ് കിട്ടുന്നു. അതുപോലെ തന്നെ പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ളവർക്ക് 3 പേർക്ക് കിട്ടുന്നു. അതൊരു വലിയൊരു മുന്നേറ്റമല്ലേ, വലിയൊരു പുതിയൊരു സൗകര്യമല്ലേ ഉണ്ടാകുന്നത്. അതിനെ സ്വാഗതം ചെയ്യുന്നതിന് പകരം ഞങ്ങൾക്ക് 1.5 കോടി വന്നത് ഇതിന് തടസ്സം പറയുകയാണ് ഈ വയസ്സൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയുണ്ട്. ഇയാൾക്ക് 86 വയസ്സാക്കിയാലും ഇയാളുടെ ദളിത് വിരോധം ഇപ്പോഴും കൂടുതലാണ്, വയസ്സിനൊക്കെ കൂടുതലാണെന്ന് പറയുന്നു. അതാണ് ആക്ഷേപം. അപ്പോൾ അജ്ഞതയിൽ നിന്നുണ്ടാകുന്ന ആക്ഷേപങ്ങളാണ്. ഇതിന് നമുക്ക് മറുപടി ഒന്നുമില്ല. ദൈവം രക്ഷിക്കട്ടെ. മന്ത്രി ആർ ബിന്ദു അങ്ങയുടെ പരാമർശത്തെ വിമർശിച്ചാണ് രംഗത്ത് വന്നിരിക്കുന്നത്. അറിവില്ലായ്മ ഒരു അനുഗ്രഹമാണ്, അത്രേ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല. ക്ലീൻ അറിവില്ലായ്മയാണ്. നമുക്കവരെ പഠിക്കാൻ പോലും പാടില്ല. നമ്മൾ ഈ സാധാരണ ജനങ്ങളെല്ലാം വിചാരിക്കുന്നത് ഒരു മന്ത്രി എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിൻ്റെയും പരമമായ വിജ്ഞാനമാണെന്നല്ലേ. പക്ഷെ മന്ത്രിക്ക് എല്ലാ കാര്യങ്ങളെ പറ്റി അവസാന വാക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതാണ് ജോലിയല്ല. ഈ വിഷയത്തെപ്പറ്റി അറിയാവുന്ന ഒരാളാണ് സംസാരിക്കുന്നത്. അയാൾ കുറ്റം കാണുമ്പോൾ അവരാലോചിക്കണം ഇതിനെപ്പറ്റി. അതിന് മുമ്പായിട്ട് ഒന്നുണ്ട്. അവരൊരു ജനപ്രതിനിധികളാണ്, രാജ്യം ഭരിക്കുന്ന ആളുകളാണ്. അവരൊന്ന് ആലോചിക്കണം. ഇങ്ങനൊരു വളരെ വൃത്തികെട്ട രീതിയിലുള്ള ഒരു പ്രതികരണം പറയുമ്പോൾ ആലോചിക്കണം. അവർക്ക് അറിയാത്ത കാര്യങ്ങളെപ്പറ്റി എന്തിനാണ് കമൻറ്റ് പറയുന്നത്? ഞാനിപ്പോൾ ഒരു പിന്നെ സ്പേസ് സയൻസിനെ പറ്റി ഞാൻ വർത്തമാനം പറയേണ്ട ആവശ്യമില്ല. എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ അജ്ഞത എന്തിനാണ് ഞാൻ പുറത്തിറങ്ങിയ ആളുകളുടെ മുമ്പിൽ പ്രകടിപ്പിക്കുന്നത്? എന്തിനാണ്? ഞാൻ പ്രവർത്തിക്കുന്ന രംഗത്തെപ്പറ്റി അറിയാൻ വയ്യാത്ത ആളുകളാണ് ഇവർ. മന്ത്രി ആയിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ, അതേപ്പറ്റി കൃത്യമായിട്ട് അജ്ഞതയാണ് അവർക്ക്. അതുകൊണ്ടാണ് ഈ കമൻറ്റ് വരുന്നത്. അവർ പോപ്പുലറാകാൻ വേണ്ടി പറയുന്നതാണ്. ഇപ്പോൾ ടി വിയിലും അതിലുമൊക്കെ ചാനലിലൊക്കെ ഇങ്ങനെ ഇതിനെതിരായിട്ട് ഒരുപാട് വരുന്നില്ല. അപ്പോൾ അതിൻ്റെ കൂടെ കൂടിയാലേ പോപ്പുലാരിറ്റി ആകുമോ എന്നുള്ള തെറ്റിദ്ധാരണയിലാണ് പറയുന്നത്. പക്ഷെ പറയുന്നത് അബദ്ധമാണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. ആ വേദിയിൽ തന്നെ ഒരു ഗായിക ആ സമയത്ത് എഴുന്നേറ്റ് നിന്ന് പ്രതിഷേധിക്കുകയൊക്കെ ചെയ്തിരുന്നല്ലോ. ആ വേദിയിലല്ല, ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്നാണ്. അവർ സിനിമയായിട്ട് യാതൊരു ബന്ധവുമില്ല. അവർ സിനിമ പാട്ട് പാടിയെന്നാണ് ഇവിടെ ആരൊക്കെ പറയുന്നത്. എനിക്കറിഞ്ഞൂടാ. സിനിമയുടെ ഒരു അനിവാര്യ ഘടകമൊന്നും അല്ല പാട്ട് പാടുന്നത്. എൻ്റെ സിനിമാ സങ്കല്പത്തിൽ അവരാരും വരുന്നില്ല.
അതുകൊണ്ട് അവർക്ക് ഈ സിനിമ കോൺക്ലേവിൽ അവരെന്തിനും എങ്ങനെ പങ്കെടുത്തു എന്നുള്ളതിൻ്റെ അതിശയം എനിക്ക്. എന്നിട്ട് അവിടുന്ന് ഈ ആളുകളുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചാടി എണ്ണിട്ട് ഒരു കീറിയ ശബ്ദത്തിൽ അങ്ങോട്ട് ഉറക്കെ. ഞാൻ അപ്പം ചോദിച്ചു, ആരാ ഇവിടെ സംസാരിക്കുന്നത്, വെള്ളം ഉണ്ടാക്കുന്ന ആരാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഓഡിയൻസിൽ പറഞ്ഞു, സാർ തുടർന്നാട്ടെ, അവിടെ നമുക്ക് അവരെ ഇരുത്താമെന്ന് പറഞ്ഞു. ഓഡിയൻസ് അവരെ പറഞ്ഞിരുത്തി, അതാണ് ചെയ്തത്.